2026 ജൂൺ മാസം മുതൽ രാജ്യത്തെ LPG സിലിണ്ടർ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ്. വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ചില രീതികൾ മാറുകയും ഉപഭോക്തൃ സുരക്ഷയും സേവന നിലവാരം ഉയർത്തുന്നതിനായി പുതിയ നടപടികൾ നടപ്പാക്കുകയും ചെയ്യുകയാണ് എണ്ണ കമ്പനികൾ. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG സിലിണ്ടർ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ മാറ്റം അറിയേണ്ടത് അത്യാവശ്യമാണ്. സിലിണ്ടർ ബുക്കിംഗ് മുതൽ ഡെലിവറി വരെയും സുരക്ഷാ പരിശോധന മുതൽ ഭാവിയിൽ പൈപ്പ് ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റം വരെയും ഉൾക്കൊള്ളുന്ന വലിയൊരു പരിഷ്കാര ഘട്ടത്തിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ഇന്നും പാചക ആവശ്യങ്ങൾക്ക് LPG സിലിണ്ടറുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഈ സേവനം വ്യാപകമാണ്. ഉജ്ജ്വല പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ വഴി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധ ഇന്ധന ഉപയോഗത്തിലേക്ക് മാറിയിരുന്നു. എന്നാൽ ജനസംഖ്യ വർധനയും നഗരവൽക്കരണവും കൂടിയതോടെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ സംവിധാനങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സിലിണ്ടർ വിതരണ മേഖലയിലെ ചില നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. സിലിണ്ടർ ലഭ്യമാകുന്ന രീതി, ഉപഭോക്തൃ തിരിച്ചറിയൽ, ഡെലിവറി സ്ഥിരീകരണം, സുരക്ഷാ പരിശോധനകൾ എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നു. ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷയും സേവന ഗുണനിലവാരവും ഉറപ്പാക്കുന്നതാണ്. ആദ്യമായി ശ്രദ്ധ നേടുന്ന വിഷയം സിലിണ്ടർ ഡെലിവറി OTP അടിസ്ഥാനത്തിലുള്ള സ്ഥിരീകരണ സംവിധാനമാണ്. നിരവധി സ്ഥലങ്ങളിൽ ഇതിനകം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്ന ഈ രീതി കൂടുതൽ വ്യാപകമാവുകയാണ്. ഉപഭോക്താവ് സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം സിലിണ്ടർ എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കും. ഈ OTP ഡെലിവറി ജീവനക്കാരന് നൽകുമ്പോഴാണ് ഡെലിവറി പൂർത്തിയാക്കുന്നത്. ഇതിലൂടെ വ്യാജ ഡെലിവറികൾ കുറയ്ക്കാനും യഥാർത്ഥ ഉപഭോക്താവിന് തന്നെയാണ് സിലിണ്ടർ ലഭിച്ചതെന്ന് ഉറപ്പാക്കാനും കഴിയും. OTP സംവിധാനം നടപ്പിലാക്കുന്നതോടെ ഉപഭോക്താക്കൾ മൊബൈൽ നമ്പർ പുതുക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുതുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. സുരക്ഷാ പരിശോധനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മറ്റൊരു പ്രധാന മാറ്റമാണ്. LPG ഉപയോഗത്തിൽ സുരക്ഷ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ഗ്യാസ് ചോർച്ച, പഴകിയ റെഗുലേറ്റർ, കേടായ ഹൗസ് പൈപ്പ് തുടങ്ങിയവ അപകടങ്ങൾക്ക് കാരണമാകാം. അതിനാൽ വീടുകളിലെ ഉപകരണങ്ങളുടെ അവസ്ഥ പരിശോധിക്കുന്നതിന് ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. ആവശ്യമായിടത്ത് സുരക്ഷാ ബോധവൽക്കരണവും നടത്തപ്പെടുന്നു. ഭാവിയിൽ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ വ്യാപകമാകാൻ പോകുന്ന മറ്റൊരു സംവിധാനമാണ് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG ഗ്യാസ്. സിലിണ്ടറുകൾ മാറ്റി പൈപ്പ് ലൈൻ വഴി നേരിട്ട് വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന ഈ സംവിധാനം ഇതിനകം ചില നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. PNG ലഭ്യമാകുന്ന പ്രദേശങ്ങളിൽ ചില ഉപഭോക്താക്കൾ ക്രമേണ സിലിണ്ടർ ഉപയോഗത്തിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. PNG സംവിധാനത്തിന്റെ പ്രധാന നേട്ടം തുടർച്ചയായ ഗ്യാസ് ലഭ്യതയാണ്. സിലിണ്ടർ തീരുന്നതിനെ കുറിച്ചുള്ള ആശങ്കയില്ലാതെ ആവശ്യാനുസരണം ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ ഉപയോഗിച്ച അളവിനനുസരിച്ച് ബിൽ ലഭിക്കുന്നതിനാൽ ചില സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ സൗകര്യപ്രദമാകുന്നു. എന്നാൽ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും ഈ സേവനം ഉടൻ എത്തുമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യമല്ല. ഗ്രാമപ്രദേശങ്ങളിലും അകലെയുള്ള മേഖലയിലും സിലിണ്ടർ തന്നെ പ്രധാന ഇന്ധന സ്രോതസ്സായി തുടരും. സിലിണ്ടർ വിതരണ സംവിധാനത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ബുക്കിംഗ് ചെയ്ത സിലിണ്ടറിന്റെ നിലവിലെ സ്ഥിതി മൊബൈൽ ആപ്പ്, SMS വെബ്സൈറ്റ് എന്നിവ വഴി എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന രീതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഉപഭോക്താവിന് സിലിണ്ടർ എപ്പോൾ എത്തും, ഡെലിവറി ഏത് ഘട്ടത്തിലാണ് തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമായി ലഭ്യമാകുന്നു. സുരക്ഷിതമായ LPG ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വലിയ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പാചകം കഴിഞ്ഞാൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക, ഗ്യാസ് ഗന്ധം അനുഭവപ്പെട്ടാൽ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക, ജനലുകളും വാതിലുകളും തുറന്നു വായു സഞ്ചാരം ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ തുടർച്ചയായി നൽകപ്പെടുന്നു. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാൻ ഇടയുള്ളതിനാൽ ഉപഭോക്തൃ ജാഗ്രത നിർണായകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതും പുതിയ നയങ്ങളുടെ ഭാഗമാണ്. മൊബൈൽ ആപ്പുകൾ വഴി ബുക്കിംഗ്, പരാതി രജിസ്റ്റർ ചെയ്യൽ, സബ്സിഡി വിവരങ്ങൾ പരിശോധിക്കൽ, ഡെലിവറി ട്രാക്കിംഗ് എന്നിവ കൂടുതൽ എളുപ്പമാക്കുന്നു. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപകമാകുന്നതോടെ ഉപഭോക്താക്കൾ ഏജൻസികളിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം കുറയുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ 2026 ജൂൺ മുതൽ LPG മേഖലയിലെ മാറ്റങ്ങൾ വെറും സാങ്കേതിക പരിഷ്കാരങ്ങൾ മാത്രമല്ല, ഉപഭോക്തൃ സുരക്ഷ, സേവന ഗുണനിലവാരം, സുതാര്യത, ഭാവിയിലെ ഊർജ ഉപയോഗ രീതികൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ ഭാഗമാണിത്.
വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഗ്യാസ് വിതരണ മേഖലയെ കൂടുതൽ ആധുനികവും സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാനുള്ള നീക്കങ്ങളായിട്ടാണ് ഈ മാറ്റങ്ങളെ കാണേണ്ടത്. LPG മേഖലയിലെ ഈ മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ ദൈനംദിന ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. വർഷങ്ങളായി ഒരേ രീതിയിൽ സിലിണ്ടർ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ആളുകൾക്ക് പുതിയ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം ആവശ്യമായി വരും. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സുരക്ഷയും സേവന നിലവാരവും മെച്ചപ്പെടുന്നതാണ് പ്രധാന നേട്ടം. അതുകൊണ്ട് തന്നെ ഓരോ ഉപഭോക്താവും പുതിയ നിയമങ്ങളും നടപടിക്രമങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതും ഇനി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഉപഭോക്താവിന്റെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവ ശരിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ സബ്സിഡി ലഭിക്കുന്നതിലും ഡെലിവറി സ്ഥിരീകരണത്തിലും മറ്റ് സേവനങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ വിവരങ്ങൾ കാലാകാലങ്ങളിൽ പുതുക്കുന്നത് നല്ല ശീലമായി മാറണം. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വ്യാപനം ഗ്യാസ് വിതരണ മേഖലയെ കൂടുതൽ സുതാര്യമാക്കുന്നുണ്ട്. മുമ്പ് സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം അത് എപ്പോൾ ലഭിക്കുമെന്നറിയാൻ ഏജൻസിയെ ബന്ധപ്പെടേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ മൊബൈൽ ആപ്പുകളും ഓൺലൈൻ സേവനങ്ങളും ഉപയോഗിച്ച് ബുക്കിംഗിന്റെ എല്ലാ ഘട്ടങ്ങളും പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും സേവനത്തെക്കുറിച്ചുള്ള വ്യക്തതയും ലഭിക്കുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുറമെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും LPG ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകൾ, ബേക്കറികൾ, ചെറിയ ഭക്ഷണശാലകൾ തുടങ്ങിയവയുടെ പ്രവർത്തന ചിലവിൽ ഗ്യാസ് വിലയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതിനാൽ ഗ്യാസ് വിതരണത്തിലെ കാര്യക്ഷമതയും സ്ഥിരതയും സാമ്പത്തിക രംഗത്തും പ്രധാനമാണ്. രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വലിയ പദ്ധതികളുടെ ഭാഗമായാണ് ഈ മാറ്റങ്ങളെ കാണേണ്ടത്. ജനങ്ങൾക്ക് സുരക്ഷിതമായി സേവനം നൽകുക, ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക, വിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കുക, ഭാവിയിലേക്കുള്ള ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വിവിധ പരിഷ്കാരങ്ങൾ നടപ്പാക്കപ്പെടുന്നത്. സാധാരണ ഉപഭോക്താവിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ സജീവമാണോ എന്നതാണ്. OTP അടിസ്ഥാനത്തിലുള്ള ഡെലിവറി സംവിധാനം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ ശരിയല്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടാം. അതിനാൽ ഓരോ കുടുംബവും തങ്ങളുടെ ഉപഭോക്തൃ വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായി തിരുത്തലുകൾ വരുത്തേണ്ടത് ഉചിതമാണ്. LPG മേഖലയിലെ പുതിയ മാറ്റങ്ങൾ സുരക്ഷ, സുതാര്യത, സാങ്കേതിക വിദ്യ, ഉപഭോക്തൃ സൗകര്യം എന്നിവയെ കേന്ദ്ര ബിന്ദുവാക്കി മുന്നോട്ടു പോകുന്നുവെന്ന് വ്യക്തമാണ്. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സേവനമായതിനാൽ ഓരോ മാറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നു. വരും മാസങ്ങളിലും വർഷങ്ങളിലും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കൾ ജാഗ്രതയോടെയും അവബോധത്തോടെയും പുതിയ വിവരങ്ങൾ പിന്തുടരേണ്ടതാണ്. ഈ രീതിയിൽ ഗ്യാസ് വിതരണ രംഗം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉപഭോക്താക്കളുടെ സഹകരണവും ബോധവൽക്കരണവും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതുമാണ് വിജയത്തിന്റെ പ്രധാന ഘടകങ്ങൾ. രാജ്യത്തിന്റെ ഊർജ്ജ ഭാവിയെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ നടപടികളെ വിലയിരുത്തേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, ഫേസ്ബുക്കിൽ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.